JEE 2024 Phase 1 Jan 30th Question number 20. LR സർക്യൂട്ട്. അപ്പോൾ AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ട്സ് ആണ്. RL സർക്യൂട്ടാണ്. E0 ഉണ്ട്, ഒമേഗ ഉണ്ട്. അടുത്ത കേസിൽ E0 ഉണ്ട്, ഒമേഗ ഉണ്ട്. അപ്പോൾ അവിടെ വോൾട്ടേജ്, പീക്ക് വോൾട്ടേജും ഒമേഗയും മാറ്റമുണ്ട്. ആദ്യത്തെ പവർ ഫാക്ടർ തന്നിട്ടുണ്ട് എത്രയാ? 1/√2. നമുക്ക് നോക്കാം. ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ ഇതാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ എങ്കിൽ ഇതാണ് ഫൈ. അപ്പോൾ ഇതാണ് R, ഇതാണ് XL, ഇതാണ് Z. ആദ്യത്തെ കേസിൽ കോസ് ഫൈ എത്രയാണെന്ന് അവർ തന്നേക്കുന്നത്? 1/√2. ഈ 1/√2 എന്ന് പറയുമ്പോൾ ഇത് 1ഉം ഇത് √2 ആണെങ്കിലാണ് 1/√2. നമുക്കൊന്ന് അസംഷനാണ്. അങ്ങനെയാണെങ്കിൽ Z√2 വരണമെങ്കിൽ XLഉം 1 തന്നെ ആയിരിക്കണം, അതല്ലേ? ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √R² + XL². ഇത് √1 + 1 വന്നെങ്കിൽ ഇത് √2 കിട്ടാൻ പാടുള്ളൂ. ആ √2 ആണ് ഈ √2. അങ്ങനെയാണെങ്കിൽ ടാൻ ഫൈ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? അപ്പോൾ അത് 1 അല്ലേ? 1/1. XL എത്രയാണെന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1/1 ആണെങ്കിൽ XL/R ആണ്. അപ്പോൾ അതിനർത്ഥം XLഉം Rഉം ആദ്യത്തെ കേസിൽ എന്താണ്? ഈക്വൽ ആണെന്നാണ്. XL = L ഒമേഗ ആണെന്നാണ്. Rന് രണ്ട് കേസിലും മാറ്റമില്ല. രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പറയുവാണ് ഒമേഗ ഡബിൾ ചെയ്തു. ഒമേഗ ഡബിൾ ചെയ്യുമ്പോൾ XLഉം ഡബിൾ ചെയ്യും. XL = L ഒമേഗ ആണ്. അപ്പോൾ XL' = L ഒമേഗ' ആണ്. അത് 2XL. അപ്പോൾ 2 ടൈംസ് ആയി. അപ്പോൾ വീണ്ടും ഞാൻ ഒരു ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ ഇത് R തന്നെയാണ്, ഇത് XL 2XL ആയി എന്ന് വെച്ചാൽ 2 × 1 ആയി. അപ്പോൾ ഇത് 2 ആയി. ഇത് 1 തന്നെയാണ്. അപ്പോൾ Z = √R² + XL' ആണ്. അപ്പോൾ ഇത് √5 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ ഡാഷ് = അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. 1/√5 ഉണ്ട് ഓപ്ഷൻ. 1/√5 ഓപ്ഷൻ ഉണ്ട്. അടിപൊളി ക്വസ്റ്റൻ ആണ് കേട്ടോ. രണ്ടിടത്ത് ഈ 6 കോമൺ ഫാക്ടർ നമുക്ക് കളഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതാണ് ഏറ്റവും ട്രിക്കി മെത്തേഡിൽ നമ്മൾ ആൻസർ ചെയ്തത്. ഒമേഗ ഡബിൾ ചെയ്യുമ്പോൾ XL ഡബിൾ ചെയ്തു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡബിളായി. അഡ്ജസൻറ്റ് സൈഡ് റെസിസ്റ്റൻസിന് മാറ്റമില്ല. അപ്പോൾ 1 തന്നെയാണ്. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് √R² + XL² ആണ്. √1² + 2² 2² 4 ആണ്. 4 + 1 5 ആണ്. അപ്പോൾ √5 ആണ് ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ കോസ് ഫൈ എന്ന് പറയുന്നത് അഡ്ജസൻസ് R/Z. R/Z. R എത്ര 1 ആണ്, Z എത്ര √5 ആണ്. അതുമായി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഫേസ് 1 സെക്ഷനെ കംപ്ലീറ്റഡ് ആയി. ഓക്കെ, താങ്ക് യു.